ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീപ്പ് വി നെക്കാണ് നോക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് സൈസ് 46.5, അപ്പർ ബെസ്റ്റ് 44.5. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഡിഫറൻസിലുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 15.5, അപ്പർ ബെസ്റ്റ് 44.5, ബെസ്റ്റ് 46.5, വേസ്റ്റ് 36, ഷോൾഡർ 16, ആം ഹോള് 19. ഇതിൻ്റെ ആം ഹോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിലെയും റൈറ്റ് ഹാൻഡിലെയും വ്യത്യസ്തമാണ്. ഒരു റൈറ്റ് ഹാൻഡിൽ 19.5, ലെഫ്റ്റ് ഹാൻഡിൽ 19. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് പേപ്പർ പാറ്റേൺ എടുക്കുക. ഇതിൻ്റെ സൈഡ് വശം ലെവൽ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഇവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഫുൾ ലെങ്ത്ത് ഇവിടെ 16 15.5 അടയാളപ്പെടുത്തുക. ഇനി ഒരു ലൈൻ വരയ്ക്കുക. ഇനി 0 to 2, 0യിൽ നിന്ന് ഇതിന് നമ്മൾ 1 എന്ന് നമ്പർ കൊടുത്ത്, ഇപ്പോൾ 0യിൽ നിന്ന് താഴത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. ഇവിടെ 1 ഇഞ്ചാണ്. അപ്പം അതിന് നമുക്ക് 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. ഈ 2ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 0യിൽ നിന്ന് ഷോൾഡർ എത്രയാണ്? 16, അതിൻ്റെ പകുതി. ഷോൾഡർ ഹാഫ്. അപ്പോൾ 16ൻ്റെ ഹാഫ് 8. അപ്പോൾ 8 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. ഇതിന് നമുക്ക് 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. അടുത്തത് 0യിൽ നിന്ന് നമുക്ക് നെക്ക് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നെക്കിൻ്റെ റൗണ്ടിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിന് നമുക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. അടുത്തത് 2ൽ നിന്ന് നമുക്ക് അപ്പർ ബസ്റ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 2ൽ നിന്നായാലും കുഴപ്പമില്ല, 0ൽ നിന്നായാലും കുഴപ്പമില്ല. അപ്പോൾ അപ്പർ ബസ്റ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ഇത് ആം ഹോളിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ അപ്പർ ബസ്റ്റ് എത്രയാണ്? 44. അപ്പോൾ അപ്പർ ബസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്പർ ബസ്റ്റ് എന്ന് പറയുന്നത് 11.625 അതായത് 44നെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പർ ബസ്റ്റ് പ്ലസ് 2 ഇഞ്ച് ലൂസ് ഡിവൈഡഡ് 4 ഇഞ്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2ൽ നിന്ന് പോയിൻ്റ് ചെയ്യുക. എത്രയാണ്? 11.625. അപ്പോൾ നമുക്ക് 11.5 ഒരു പോയിൻറ്റും കൂടി പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 11.25 കുഴപ്പമില്ല. ഇതിന് നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 2ൻ്റെ ലൈനിലാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് 2ൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ 0 to 3 എത്രയാണോ സെയിം തന്നെ. അപ്പോൾ അത് എത്രയാണ്? ഷോൾഡറിൻ്റെ ഹാഫ് 8 ഇഞ്ച്. 0ൽ നിന്ന് താഴത്തേക്ക് ഡൗൺ ചെയ്തിട്ട് 8 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക.
അപ്പം 8 ഇഞ്ച് പോയിൻ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് 5-ൽ നിന്ന് 3/4 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം, ഇതിന് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഷോൾഡറിൻ്റെ ഈ പോയിൻ്റ് ചെയ്തേക്കുന്നതിന് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി 4 to 7 ജോയിൻ ചെയ്യുക. 4 എന്ന് പറഞ്ഞ പോയിൻറ്റും നെക്ക് റൗണ്ടിൻ്റെ ആ പോയിൻറ്റും 7 കൂടി ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ 5 to 6 എത്രയാണ്? 3/4 ഇഞ്ച്. ഇനി 6 to 7 നമുക്ക് എത്രയാണോ കിട്ടിയേക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ 2.75 ഒരു പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഈ 2.75 ഒരു പോയിൻറ്റും ഈ 7 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നമ്മൾ വെച്ചിട്ട് താഴത്തേക്ക് ആം ഹോളിൻ്റെ പകുതി പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ആം ഹോളിൻ്റെ പകുതി എന്ന് പറയണത്, ആം ഹോൾ എന്ന് പറയണത് 19 ആം ഹോൾ എന്ന് പറയണത് 19. അപ്പോൾ നമുക്ക് ഇവിടെ 9.5 ഹാഫ് കിട്ടും. ആം ഹോളിൻ്റെ പകുതി 9.5. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടുന്നില്ല, കാരണം കറക്റ്റ് അളവാണ് ആം ഹോൾ. അപ്പോൾ 19ൻ്റെ പകുതി 9.5. അപ്പോൾ 9.5നെ നമുക്ക് എത്രയാണോ ബാലൻസ് ഇട്ടേക്കുന്നത്, എവിടെയാണോ നമ്മുടെ 9.5 വന്നത് അവിടെ പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആ പോയിൻ്റ്, ഇപ്പം നമുക്ക് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. ഈ പോയിൻ്റ് എത്രയാണോ 6.5 ഒരു പോയിൻ്റ്, അത് സെയിം ഈ 2-ൽ നിന്ന് താഴത്തേക്ക് 6.5 ഒരു പോയിൻറ്റും പോയിൻ്റ് ചെയ്യുക. ഇനി ഈ 2 to 7 എത്രയാണെന്ന് നോക്കുക. 8 ഇഞ്ചല്ലേ? ആ 8 ഇഞ്ചിൽ നിന്ന് ഒരു പോയിൻ്റ് കുറയും. ഓക്കെ, ഇവിടെ പോയിൻ്റ് ചെയ്യുക. ഇനി ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ പോയിൻ്റ് നമുക്ക് 8 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ പോയിൻറ്റിന് 9. ഇനി 7 to 8 ജോയിൻ ചെയ്യുക. സെവൻ ടു 8ൻ്റെ മിഡ് പോയിൻ്റ് കാണുക. ഇവിടെ നിന്ന് ഇതിന് നമുക്ക് ഒരു നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എ എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് എയിൽ നിന്ന് ഈ സ്മോൾ ലെറ്റർ എയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച്. അപ്പോൾ അതിന് നമുക്ക് ബി എന്ന് പറഞ്ഞ നമ്പറും കൊടുക്കാം, ബി എന്ന് പറഞ്ഞ ലെറ്ററും കൊടുക്കാം. എന്നിട്ട് ഇത് ലൈൻ വരക്കാം. 7ഉം ബിയും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരക്കുക. ഓക്കെ, ഇനി ഇത് നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട്, അതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് ലൈൻ ഇവിടെ അടയാളപ്പെടുത്തണം. അതായത് 2 നിന്ന് 5ലേക്കുള്ള ദൂരം. അപ്പോൾ അതായത് അപ്പർ ബെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇവിടെ 11.625 അത് പോയിൻ്റ് ചെയ്യുക. അപ്പം ഇതിന് നമുക്ക് 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. അപ്പോൾ ഈ 10ലേക്ക് നമുക്ക് നമ്മുടെ ആം ഹോൾ കിട്ടണം. ആം ഹോൾ എത്രയാണ്? 9.5. അപ്പോൾ 9.5 കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് കർവ് ഉപയോഗിച്ച് വരക്കാം. സെവനിൽ നിന്ന് ബിയിലേക്ക് ആദ്യം വരക്കുക. ബിയിൽ നിന്ന് ഈ ലൈനിൽ ഇത് മുട്ടത്തക്ക വിധത്തിൽ. ഞങ്ങളൊന്ന് നോക്കുക.
9.5 നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് അളവ് കണ്ടുപിടിക്കാം. വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇതിൽ ഞാൻ ലൂസ് കൂട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് 36. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് 3/4 ഇഞ്ച് ലൂസ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേസ്റ്റിൽ. അപ്പോൾ 36ൻ്റെ കൂടെ നമുക്കൊരു 3/4 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 36ന് പ്ലസ് 3/4 ഇഞ്ച് ലൂസ് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.18 കിട്ടും. അപ്പോൾ നമുക്ക് 9.4 പോയിൻ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ടക്കിൻ്റെ ഇത് വരച്ചിട്ടില്ല. നമുക്ക് എത്ര കിട്ടും നോക്കിയിട്ട് രണ്ടാമത് വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഇതിന് നമുക്ക് 11 നമ്പർ ലെറ്റർ കൊടുക്കാം, അല്ല നമ്പർ കൊടുക്കാം. ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കുക. 10ഉം 11ഉം കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മുടെ ടക്കിൻ്റെ അല്ല നമുക്ക് ബെസ്റ്റിൻ്റെ അളവ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് നമുക്ക് ഫ്രണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിതിന് ബെസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പെക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ബെസ്റ്റ് അളവ് 46. അപ്പോൾ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.65 കിട്ടും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ നമുക്ക് അപ്പെക്സ് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. 0ൽ നിന്ന് ഏകദേശം 4.65. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ 4.5 ഒരു പോയിൻ്റ്. അപ്പം അതിൽ നിന്ന് താഴേക്ക് നമ്മുടെ ബെസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച്, 10 ബെസ്റ്റിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 10.75. അപ്പോൾ നമുക്കത് അടയാളപ്പെടുത്താം. അത് പോയിൻ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ വരും. അപ്പോൾ അത് നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ബി എ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഈ ലൈനിലാണ് ഞാൻ പോയിന്റ് ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് താഴത്തേക്ക് 10.75. അപ്പോൾ ഈ 10.75 ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ഈ ലൈനിൽ, അതായത് 2ൻ്റെ ലൈനിൽ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി കൊടുക്കാം. ഈ ബിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയെന്ന് നോക്കുക, 10 ഇഞ്ച്. ആ ദൂരം തന്നെ 2ൽ നിന്ന് 10 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഇത് എന്നിട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ ബസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. ബസ്റ്റ് എന്ന് പറയുന്നത് 46. 46യുടെ കൂടെ ബസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 46യുടെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 47.5. 47.5 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.87 കിട്ടും. അപ്പം നമുക്ക് ഏകദേശം 12 കൊടുക്കാം. ഇത് ബെസ്റ്റ് ലൈനാണ്. ഇത് വെസ്റ്റ്, ഇത് അപ്പർ ബെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റ് നമ്മുടെ ഇവിടെ നമുക്ക് പോയിന്റ് കൊടുക്കണം, നമ്പർ കൊടുക്കണം. ഇതിന് നമുക്ക് 11, ഇവിടെ നമുക്ക് 12 കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 13 കൊടുക്കാം. ഇവിടെ നമുക്ക് 14 കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 12 to 13 എത്രയാണോ സെയിം അതിവിടെ പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്
4.4 ഒരു പോയിൻ്റ്, ആ 4 ഒരു പോയിൻറ്റും ഇവിടെ പോയിൻ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കറക്റ്റാണ് 4 ഒരു പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കിയില്ല. ഓക്കെ, ഇതിവിടെയാണ് വരുന്നത് കറക്റ്റ്. 4 ഒരു പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ലൈനും 13, ഇപ്പോൾ ഇത് 14, 15 കൊടുക്കാം. ഇതിന് നമുക്ക് 13ഉം 15ഉം കൂടി ജോയിൻ ചെയ്യുക. ക്ലിയർ? ഇനി ഇവിടുന്ന് 0യിൽ നിന്ന് എത്രയാണ് നമുക്ക് ഷോൾഡർ റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2.5 ഇഞ്ച് നമുക്ക് കുറക്കാം. ഇപ്പോൾ ഈ 2.5 ഇഞ്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 11 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഡെപ്തുള്ള നെക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്കിൻ്റെ ഡെപ്ത് 11 വരെ ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇനി അടുത്തത് എന്താണ്? ഈ ഒരു പോയിൻറ്റും ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ പോയിൻറ്റിന് 0യിൽ നിന്ന് ഇവിടുന്ന് 2.5 കിട്ടിയിരിക്കുന്നതിന് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പോയിൻ്റ് കൊടുക്കാം, അല്ല ലെറ്റർ കൊടുക്കാം. ഈ എക്സ് എന്ന് പറഞ്ഞ പോയിൻറ്റും ഈ 13 എന്ന് പറഞ്ഞ ഈ പോയിൻറ്റും, അതായത് സെൻറ്റർ പോയിൻറ്റ്, ആ സെൻറ്റർ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ എൽ സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് എസ്സിലും 13ലും സ്കെയിൽ വെച്ചിട്ട് ഈ പോയിൻ്റ് നമ്മുടെ ഈ 0 to 1 എന്നുള്ള ആ ലൈനിൽ മുട്ടത്തക്ക വിധത്തിൽ പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇതിന് നമുക്ക് ഇപ്പം ലൈൻ വരച്ചതിന് y എന്ന് പറഞ്ഞാൽ വൈയുടെയും 12ൻ്റെയും ഇവിടെ മിഡ് പോയിൻ്റ് കാണുക. ഈ മിഡ് പോയിൻറ്റിൽ നിന്ന് എക്സിലേക്ക് നമുക്കൊരു ലൈൻ വരക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ നമുക്ക് 13 to 15 കട്ട് ചെയ്യാം. ഇവിടെ ഈ സൈഡ് ലൈനിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. നാലിൽ നിന്ന് 7ലേക്ക്, 7ൽ നിന്ന് സ്മോൾ ലെറ്റർ ബിയിൽ നിന്ന് 10ലേക്ക്, ഇവിടെ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ x to y എന്നുള്ളത് ഫോൾഡ് ചെയ്യുക. ഇവിടേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഇനി ഈ 12ൽ നിന്ന് വൈയിലേക്ക് ഇത് മുകളിലേക്ക് നമുക്ക് മടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ നമ്മുടെ ഇവിടെ കുറഞ്ഞു കിട്ടി. ഇവിടെ നമ്മുടെ ലൈൻ നേരെയാവുകയും ചെയ്തു. ഇപ്പം ഇവിടെ നമുക്ക് ടക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ടക്ക് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ടക്ക് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വരയ്ക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. കാരണം ഇവർക്ക് ബാക്കിൽ ടക്ക് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1 ഇഞ്ച്, ആ 1 ഇഞ്ച് നമുക്ക് നമുക്കിത് 10ൽ നിന്ന് ഈ പുതിയതായി പോയിന്റ് ചെയ്തേക്കണം അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരക്കുക. ഇങ്ങനെ വരക്കാൻ നേരത്ത് ഇത് നമ്മൾ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വരക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഈ റൗണ്ട് വരയ്ക്കാൻ നേരത്ത് നമ്മുടെ വി വരയ്ക്കാൻ നേരത്ത് ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇത് നമ്മൾ ഇടാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇടാൻ നേരത്ത് അത് കറക്റ്റ് ഇത് കുറച്ച് അകന്നു പോകും. ഇത് അകന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ പോയി കറക്റ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ വരുന്ന ലൂസാണ് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്ലിയർ? നമുക്ക് കഴുത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ വരക്കാം. നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡർ വേണ്ടത്, ഇപ്പോൾ ഇവിടെ 3 ഇഞ്ച് 2.5 ഇഞ്ചാണ് വെക്കണത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് 10.5 ഇഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ചും ഇവിടെ നിന്ന് താഴത്തേക്ക് 10.5 ഇഞ്ചും പോയിന്റ് ചെയ്യണേന്. ഇനി ഒരു ലൈൻ വരക്കാം. എത്രയാണോ നമ്മുടെ ഡെപ്ത്, ഇപ്പോൾ 11 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഈ 11ൻ്റെ ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇപ്പോൾ 11 ആണെങ്കിൽ ഇവിടം വരെ വരും. ഓക്കെ, ഇത് നമുക്ക് ഈ ഇവിടുത്തെ നമ്മുടെ ശരിക്കും കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല നമ്മുടെ ബോഡി ഇരിക്കുന്നതെങ്കിൽ ഇവിടെ അധികം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൃത്തികേടായിരിക്കുള്ളൂ. ആ മടക്ക് ശരിക്കും അത് എടുത്തറിയും നമ്മുടെ ഇവിടുത്തെ മടക്ക്. ഇത് നമുക്ക് 11, 10.5 ഒക്കെ കൊടുക്കാം. ഇനി നമുക്ക് സ്കാലപ്പ് വി ആണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് വരച്ചിട്ട് ഒരു വരയും കൂടി വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്കാലപ്പിനുള്ള ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ സ്കാലപ്പ് നമുക്ക് ഏകദേശം ഇവിടെ ഓക്കെ. ഇപ്പം നമുക്ക് ഇപ്പം ഇത് കറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെ ഇതേ ഉള്ളത് ഇത് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ കോയിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരയ്ക്കുന്ന വിധം കാണിക്കാം. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്താലേ നമുക്കിത് പ്രാക്ടീസ് ആയാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. കൂടുതൽ എന്താണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. ഇത് കമൻസിലൂടെ ചോദിക്കുക. ഇനി എങ്ങനെ ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയുക. ഓക്കെ, താങ്ക് യു.